നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ കണ്ടുവരുന്ന കാര്യമാണ് മുടികൊഴിച്ചിൽ. മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യമാണ് മുടിക്ക്. സ്ത്രീകളായാലും പുരുഷനായാലും മുടികൊഴിച്ചിൽ ഒരു വിഷമമുള്ള കാര്യമാണ്. സ്ത്രീ സങ്കല്പത്തിൽ മുടി ഏറ്റവും പ്രാധാന്യമാണ്. മുടിയില്ലാത്ത സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. അതേപോലെ തന്നെ നല്ല കഷണ്ടിയുള്ള പുരുഷനും. മുടികൊഴിച്ചിലിന് കാരണങ്ങൾ പലതാണ്. സൗന്ദര്യ പ്രശ്നമായാലും ആരോഗ്യ പ്രശ്നമായാലും ഇത് സാധാരണയായി നമ്മുടെ തലയിൽ നിന്നും ദിവസവും 30 മുതൽ 50 മുടി വരെ കൊഴിഞ്ഞു പോകാറുണ്ട്. ഈയൊരു കണക്കിൽ നിന്നും മുകളിലേക്ക് 70 150 രീതിയിൽ മുടി കൊഴിയുകയാണെങ്കിൽ, അത് നിരന്തരമായി പോകുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ തന്നെയാണ്. മുടികൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. കൊച്ചുകുട്ടികളിൽ വരെ കൊഴിച്ചിലുണ്ടാകുന്നുണ്ട്. പോഷകാഹാരത്തിൻ്റെ കുറവ് ഒരു കാരണം. പോഷകാഹാരം കഴിക്കുന്നതാണ് ഇത് തടയാൻ നല്ല മാർഗം. പ്രധാനമായും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ചെറുപയർ, പാൽ ഉൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ വെള്ളത്തിൻ്റെ ഉപയോഗം. പലരും കാറിലായാലും AC ഉണ്ട്, വീട്ടിലായാലും AC ഉണ്ട്. പുറത്ത് വർക്ക് ചെയ്യുന്നവർ കുറവാണ്. വെള്ളം കൂടി വളരെ പ്രാധാന്യമാണ്. ദിവസവും കുറഞ്ഞത് 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ബോഡി ബാലൻസ് ഉണ്ടാവാൻ അത് നല്ലതാണ്. മുടി കൊഴിച്ചിൽ തടയാം. ഇനി നോക്കേണ്ടത് തൈറോയിഡ്. 2 രീതിയിലുണ്ട്. ഇത് ഏതായാലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും മുടികൊഴിച്ചിൽ ഉണ്ടാകും. അതുപോലെ ഹോർമോൺ ശരിയായ അളവിൽ അല്ലെങ്കിൽ കൊഴിച്ചിൽ കാരണമാകും. ഹോർമോൺ വ്യതിയാനം ചികിത്സിച്ചു മാറ്റിയാലേ മുടികൊഴിച്ചിൽ നിർത്താൻ സാധ്യമാകും. പിന്നെ നിരന്തരമായ ഉറക്കക്കുറവ്. നമുക്കറിയാം, മാനസിക സമ്മർദ്ദമുള്ളവരാണ് ഭൂരിഭാഗം പേരും. അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവ് മുടികൊഴിച്ചിലിന് കാരണമാകും. പിന്നെ മറ്റൊരു മുടികൊഴിച്ചിലാണ് തലയിൽ വട്ടത്തിൽ ഓരോ ഏരിയ തിരിച്ച് മുടി കൊഴിയുക. പുരുഷന്മാരിൽ താടിയിൽ നിന്നും ഇതുപോലെ മുടി പോവുക. ഇതിനെ അലോപേഷ്യ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് താരൻ. താരൻ കൂടുതലായിട്ടുണ്ടെങ്കിലോ സ്കിൻ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ മുടി കൊഴിച്ചിലിന് കാരണമാകും. അമിതമായ സൂര്യൻ്റെ ചൂടേൽക്കുന്നതും മുടി കൊഴിച്ചിലിന് കാരണമാകും. അതുപോലെ തന്നെ ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക, നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് കൂടുക, സ്ഥലം മാറി ജോലി ചെയ്യുന്നവർക്ക്, വെള്ളം മാറി കുളിക്കുന്നവർക്കും ഇതൊക്കെ കാരണങ്ങളാവും ഒരു പരിധിവരെ. തടയുകയാണ് പ്രധാനം. ആദ്യം പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ തടയാൻ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പയറുൽപ്പന്നങ്ങൾ, പാല് ഇതൊക്കെ ധാരാളം കഴിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുക. എന്നിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല എങ്കിൽ ഹോർമോൺ ചെക്ക് ചെയ്യുക. തൈറോയിഡ് നോക്കുക. അതുണ്ടെങ്കിൽ ചികിത്സിച്ച് മാറ്റുക. ഉറക്കക്കുറവ് മാറ്റുക. മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം മുടി കൊഴിച്ചിലിന് സാധ്യതയുള്ളതാണ്. തടയാനുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക. ഈ ടിപ്സ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. താങ്ക്സ് ആൾ ഫ്രണ്ട്സ്.